ഇനി സൂസന്റെ 7 അയലത്ത് നിന്നെ കണ്ടേക്കരുത്. ഇല്ല മുതലാളി, ഞാൻ മുതലാളി നിങ്ങൾ ബൈബിനെ ഞാൻ എങ്ങനെ നിങ്ങൾ ബൈബ് എന്ന് പറയുമ്പോ ഇല്ലാത്തപ്പോ നിനക്ക് കയറി പിടിക്കാം. അയ്യോ മുതലാളി പിടിച്ചാലല്ല മുതലാളി, ഒരാളിങ്ങനെ കുടുങ്ങി നിൽക്കുമ്പോ ഞാൻ കേൾപ്പിച്ചിട്ടില്ല. ആര് കേൾപ്പിച്ചു? എന്നാ ഞാൻ ഇവിടെ കുനിഞ്ഞിരിക്കാം, നീ വന്ന് പിടി കാണട്ടെ മുതലാളി. അങ്ങനെ അയ്യോ അതെന്താ ആണുങ്ങളെ നീ ഹെൽപ്പ് ചെയ്യാറില്ലേ? വീട്ടു കൂടുതലാണ്. ഞാൻ ഇവിടെ കുനിഞ്ഞിരിക്കാം, നീ ഹെൽപ്പ് ചെയ്തിട്ട് പോയാ മതി. പിടിയടാ, നോക്കട്ടെ മുതലാളി. പിടി എന്നെ. നീ ഇന്ന് പിടിച്ചിട്ട് നീ പോയാ മതി. പിടിച്ചിട്ട് എട്ടനില്ല മലയാളി, ഞാൻ എണ്ണീറ്റ് നിക്കാം. നീ പിടി. ഗണ്ണെന്തി ഗണ്ണെടുക്കട്ടെ, ഒരു മിനിറ്റ്. പിടിയടാ പിടി. വേഗം പിടി. നിനക്ക് പിടിച്ചിട്ട് നിനക്ക് സുഖം കിട്ടുന്നുണ്ടോന്ന് ഞാൻ നോക്കട്ടെ. നോക്കട്ടെ മലയാളി. അയ്യേ കുളിച്ചില്ലല്ലേ മലയാളി? ബാബു മലയാളി നിനക്കേ സൂസനെ പിടിച്ചപ്പോ അയ്യേ നല്ലായിരുന്നല്ലോ. നിനക്ക് സൂസനെ പിടിച്ചപ്പോ മലയാളി അത് വലിക്കുന്ന ശബ്ദം ഉണ്ടായിരുന്നു മലയാളി. വലിച്ച് ഞാൻ നീക്കലാണ് മലയാളി. നിന്റെ നീക്കല് അകത്ത് ആരും വിളിച്ച് പൂട്ടുണ്ടോ മലയാളി? അയ്യോ എന്നിട്ട് അല്ല ഞാനല്ല ഡോ ജറക്കാണേ, അകത്ത് ആരും വിളിച്ച് പൂട്ടുണ്ടോ നോക്ക്. കസ്റ്റമർ കെയർ ഈ മാസത്തെ ഓർഡർ റീചാർജ് ചെയ്തിട്ടെന്ന് പറഞ്ഞ് വിളിച്ചതാണ്. കസ്റ്റമർ കെയർ ചെയ്യുന്നോ? ആ നമ്പർ ഞാൻ റീചാർജ് ചെയ്യാം. ഇല്ല, പ്രൈവറ്റ് നമ്പർ ഞാനും ചെയ്യാം മലയാളി. ആ നമ്പർ ഞാൻ റീചാർജ് ചെയ്യാം. ഹലോ, ആരാ വിളിച്ചേ? കസ്റ്റമർ കെയർ പേര് പറയാതെയാണ് വിളിച്ചത്. റീചാർജ് നിങ്ങൾ ചെയ്തത് തീർന്നിരിക്കുന്നു, പെട്ടെന്ന് റീചാർജ് ചെയ്തില്ലെങ്കിൽ ബാബു